വെൽക്കം ടു അവർ അനദർ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ വളരെ നമുക്ക് ഈസി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് 1 പാൻ എഗ് ടോസ്റ്റ് ആണ്. അതിന് വേണ്ടിയുള്ള അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഒരു പാൻ വെച്ചു, അത് ചൂടായിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെറിയ സ്പൂൺ ഓയിൽ ഒഴിച്ചു, നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് ഹാം അത് ജസ്റ്റ് ഒന്ന് ടോട്ടൽ ഒരു 1 മിനിറ്റ് മതി. ഇത് 2-3 മെത്തേഡിൽ നമുക്കിത് കുക്കാക്കാം. ഒന്നിൽ ഇങ്ങനെ പാനിൽ ಸ್ವಲ್ಪ എണ്ണ തൂത്തിട്ട് ഇങ്ങനെ ചെയ്യാം. അതല്ല എങ്കിൽ വെള്ളം ബോയിൽ ചെയ്തിട്ട് അതിനകത്തേക്ക് ഒരു 1 മിനിറ്റ് 1 മിനിറ്റ് ഇട്ട് കഴിഞ്ഞ് നമുക്ക് അങ്ങനെയും കുക്ക് ചെയ്യാം. അതല്ല എങ്കിൽ മൈക്രോവേവിൽ കുക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ചിക്കൻ്റെ ഹാമാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് കുക്കായിക്കോട്ടെ. ഇത് കുക്കായിട്ടുണ്ട്. കഷ്ടിച്ച് 1 മിനിറ്റ് മതി. ഹാഫ് മിനിറ്റ് വൺ സൈഡ്, പിന്നെ ഹാഫ് മിനിറ്റ് അത് ഞാനിങ്ങനെ എടുക്കുകയാണ്. സോ ഫസ്റ്റിൽ ഇത് ചെയ്തു, ഇത് മാറ്റി ഞാനിങ്ങോട്ട് വെക്കുകയാണ് സൈഡിലേക്ക്. പിന്നെ തീ ഒന്ന് ഞാൻ ഓഫ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് 2 eggs നല്ലതായിട്ട് ബീറ്റ് ചെയ്യുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാനൊരു 1/4 ടീസ്പൂണാണ് എടുത്തിട്ടുണ്ട്. പിന്നെ പെപ്പർ, ചില്ലി ഫ്ലേക്സ്, അതും ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ പാഴ്സ്ലി ലീഫ് എടുത്തിട്ടുണ്ട്. ഈ പാഴ്സ്ലി ലീഫ് ഇല്ലാന്നും പറഞ്ഞ് നമ്മൾ ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ കയ്യിൽ കൊറിയൻഡർ ലീഫ് ഉണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. ഇനി അതും ഇല്ല എങ്കിൽ കറി ലീഫ് യൂസ് ചെയ്യാം. ഇനിയും ഈ ലീഫുകൾ ഒന്നും തന്നെ കയ്യിലില്ല എങ്കിൽ ഇതില്ലാതെ നമുക്ക് പിന്നെ ഉപ്പും കുരുമുളകും ഇട്ട് ഇങ്ങനെ എഗ്ഗ് നല്ലതായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക. അതിലേക്ക് അടുത്ത സ്റ്റെപ്പ് ഒരു മീഡിയം സൈസ്ഡ് അനിയൻ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ഇടുക. പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ്ഡ് ടൊമാറ്റോ അതും ഇടുക. ഇത് നന്നായിട്ട് നോക്കുക. ഇനി ഇതിങ്ങനെ ചെയ്ത ശേഷം നിങ്ങളെ നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യുക. പെപ്പർ വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ, അതുപോലെ ചില്ലി ഫ്ലേക്സ്, എരിവ് നിങ്ങൾക്ക് എത്ര ആണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യുക. ഇനി ആ സെയിം പാൻ തന്നെ യൂസ് ചെയ്യാമേ നമുക്ക്. ഞാനത് കത്തിച്ചു. അതിലേക്ക് അല്പം ബട്ടർ, സോൾട്ടഡോ അൺസോൾട്ടഡോ ആയാലും കുഴപ്പമില്ല, ഏതാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അതനുസരിച്ച് അങ്ങ് ചെയ്യുക. ഒന്ന് അതിലേക്ക് നമ്മൾ ഈ ബീറ്റ് ചെയ്തിട്ടായ
എഗ്സ് ഒഴിക്കുക. എന്നിട്ട് ബ്രെഡ്, ഇത് ഞാനും എൻ്റെ കയ്യിലിരുന്നത് മൾട്ടിഗ്രെയിൻ ആണ്, അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രെഡാണോ അത് ഉപയോഗിക്കുക. ആദ്യം നന്നായിട്ട് വൺ സൈഡ് ആ എഗ്ഗിൻ്റെ കോട്ടിങ് അതേലൊന്ന് നിൽക്കത്തക്കവണ്ണം ശേഷം ഇത് അതുപോലെ തിരിച്ച് ഉടനെ മറ്റേതങ്ങോട്ട് വെച്ച് ഇച്ചിരി അങ്ങോട്ട് പോയേ, അതുകൊണ്ട് തിരിച്ചു വെച്ചു. എന്നിട്ട് നമ്മൾ ഒരു മൂടി വെച്ച് 1 to 2 minutes ഒന്ന് കുക്ക് ചെയ്യുക. കുക്കായോ നമുക്ക് നോക്കാം. ഇതായിട്ടുണ്ട്. ഇത് അത് ഞാൻ ഫ്ലിപ്പ് ചെയ്തു. അത് ഒരു ഈ സൈഡിലോട്ടുള്ള ഈ എഗ്സ് ഈ ബ്രെഡിൻ്റെ സൈസിൽ ഫോൾഡ് ചെയ്തു. വലിയ ബ്രെഡ് ആണെങ്കിൽ അത് കംപ്ലീറ്റ് അതിനകത്ത് ഇതായിട്ടിരിക്കും. എൻ്റെ ഇച്ചിരി ചെറിയ ബ്രെഡായിരുന്നേ, സ്ലൈസ് ഇച്ചിരി. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ കുക്ക് ചെയ്തായ ഹാം വെക്കുക. ഓക്കെ, പിന്നെ അതുപോലെ ചീസ് ഞാൻ 2 സ്ലൈസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, പതുക്കെ ഇങ്ങനെ വെച്ച് ആ ബ്രെഡിൻ്റെ സൈസിൽ ഫോൾഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്യാണ്. എന്നിട്ട് നമ്മുടെ ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെച്ചു, നമുക്ക് നോക്കാം ഇതെങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. വളരെ ഈസി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു 1 പാന് എഗ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുന്നു. നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് നോക്കാം. ഇത് കട്ട് ചെയ്താൽ നല്ല ടേസ്റ്റിയായ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. എളുപ്പമാണ്. താങ്ക് യു.